റെയിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും ഈ അവസാന നിമിഷം, ഈ അണയുന്നതിന് മുമ്പുള്ള ഈ നിമിഷം പോലും, കഴിഞ്ഞ മാസം പോലും മുഖ്യമന്ത്രി പറഞ്ഞ റെയിൽ നടപ്പാക്കുക തന്നെ ചെയ്യും. ഇപ്പൊ കേന്ദ്ര സർക്കാർ അതിന് പൂട്ടിയിട്ടിരിക്കുകയാണ്. പകരം നമ്മുടെ മെട്രോമാന്റെ പുതിയ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. ഈ റെയിലിനെ കേന്ദ്രം പൂട്ടിട്ടിട്ട് കുറേ കാലമായി. അത് നടപ്പാക്കത്തില്ല എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇപ്പോൾ ശ്രീധരൻ മുമ്പോട്ട് വെച്ച നിർദ്ദേശം എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 3.25 മണിക്കൂർ കൊണ്ടെത്തുന്ന ഒരു പദ്ധതിയാണ്. അത് പിണറായി വിജയന്, മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കത്തെഴുതി കഴിഞ്ഞിട്ട് സർക്കാർ തലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ശ്രീധരൻ്റെ പൊന്നാനിയിലെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇത് കേന്ദ്രത്തിന് സമർപ്പിക്കുകയും ചെയ്തു നമ്മുടെ ശ്രീധരൻ. അങ്ങനെ അത് തത്വത്തിൽ അംഗീകരിച്ച് നിൽക്കുകയാണ്. ഇത് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാത്ത, അതായത് കൊങ്കൺ മാതൃകയിൽ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊങ്കണിൻ്റെ പിതാവാണ് ശ്രീധരൻ. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയൊരു നേട്ടം തന്നെയാണ്, എടുത്തു പറയേണ്ടതാണ്. ഇപ്പോൾ സാറ് പറഞ്ഞപ്പോൾ തന്നെയാണ് ഇപ്പം ഈ ശ്രീധരൻ്റെ കാര്യം, നമ്മുടെ മെട്രോമാൻ എന്ന് അദ്ദേഹത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പദ്ധതികളെല്ലാം തന്നെ അതേ ശാസ്ത്രീയമായിട്ട് ഉള്ള ഗവേഷണങ്ങൾ നടത്തിക്കൂടി അതിൻ്റെ വലിയൊരു പ്ലാനിങ്ങും പദ്ധതിയും ഒക്കെ ആയിട്ടാണ് അദ്ദേഹം സമർപ്പിക്കുന്നത്. പക്ഷേ തിരിച്ച് റെയിൽ എന്ന് ഇവിടുന്ന് അങ്ങോട്ട് കുറേ പുങ്കവന്മാർ, സാർ എപ്പോഴും പറയുന്നതാണോ, ആൾക്കാരെ ഇങ്ങോട്ട് റെയിൽ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ പുതിയ പദ്ധതി. പക്ഷെ അതുമൂലമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ എത്ര ആൾക്കാർക്ക് നമുക്കറിയാം നെടുനീളത്തിൽ ഇങ്ങനെ പോകുമ്പോൾ എത്ര പേരുടെ ജീവിതമാണ് അല്ലേ, സ്വത്തുക്കളാണ് നഷ്ടമായത്. ഇതൊന്നും ഒരു പരീക്ഷണമോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിശകലനമോ ഒന്നും നടത്താതെ ഇവരൊരു പാത അങ്ങ് ഇട്ടൊരില്ല, മഞ്ഞ കുറ്റി അങ്ങ് സ്ഥാപിച്ച് ആ രീതിയിൽ അങ്ങ് ഒരു ഇതങ്ങ് റെയിൽ എന്ന് പറഞ്ഞ പദ്ധതി അങ്ങ് ആക്കുകയാണ്. പക്ഷെ അതിൽ വലിയ വിമർശനങ്ങളുമായിട്ടൊക്കെയാണ് വന്നത്. ഇപ്പോഴും അതിനെ പിടിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഇപ്പം നേരിട്ട് കണ്ട് കേന്ദ്രമായിട്ട് സംസാരിച്ചപ്പോൾ എടുത്ത് ചവറ്റുകുട്ടയിലാണ് എറിഞ്ഞിരിക്കുന്നത്. ഇത് നടപ്പിലാകില്ല എന്ന് റെയിലിനെ എന്തായാലും ആണിക്കല്ലടിച്ച് കേന്ദ്രം ഇട്ടിരിക്കുകയാണ്. പക്ഷെ ഇതേ സമയം അപ്പോഴും ഈ ശ്രീധരൻ പറയുന്നുണ്ട്, നമ്മുടെ മെട്രോമാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരിതുണ്ട്, നിങ്ങളിത് മാറ്റി വെക്കും, റെയിൽ നടപ്പാക്കുന്ന കാര്യം. നമ്മുടെ ഇപ്പോൾ ദേശീയപാത ഇപ്പോൾ കൊടുത്ത് എങ്ങനെയാണ് ആ ദേശീയപാത ഇടിഞ്ഞത്? ഇത്ര തവണ ആരാണ് സ്ഥലമേറ്റു കൊടുത്തത്? നമ്മുടെ സംസ്ഥാന സർക്കാർ. നമ്മുടെ പ്രധാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ സ്ഥലം മരുമകൻ തന്നെയാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള കാരണങ്ങളെല്ലാം എടുത്തു കൊടുത്തത് ഇന്ന സ്ഥലത്തൂടെ. അപ്പം ചില ആൾക്കാരുടെ സ്വത്തുക്കൾ സംരക്ഷിച്ചുകൊണ്ട് ഒട്ടും കൊള്ളാത്തത് യോജിക്കാത്ത രീതിയിൽ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള, പ്രകൃതിയെ ശോഷിപ്പിക്കുന്നതും പ്രകൃതിയെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള രീതിയിൽ സ്ഥലം ഏറ്റെടുക്കൽ നടത്തി. അതുകൊണ്ടല്ലേ ആ വയലിൽ കൂടൊക്കെ അത്രയും പോയപ്പോൾ എന്നാ പോട്ടെ, ഇനി അതിൽ കൂടെ തന്നെ സ്ഥലം ഏറ്റെടുത്തപ്പോൾ പോലും ഇന്ന മണ്ണാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ആ വസ്തുവിൻ്റെ കിടപ്പ് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇങ്ങനെയാണ്, ഇത് കൃത്യമായിട്ട് കേരള മണ്ണിൽ ജനിച്ച റിയാസിന് അറിയാം. അപ്പോൾ അതിൻ്റെ അറ്റ്ലീസ്റ്റ് ആ പ്രവർത്തനങ്ങളുമായിട്ട് നിൽക്കുമ്പോഴെങ്കിലും ഇദ്ദേഹമോ ഇദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റോ അവിടെ പോയി അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ദേശീയപാത ഇത്രത്തോളം ഇങ്ങനെ മണ്ണിടിയില്ലായിരുന്നു. അപ്പം ഇവർക്ക് ചില നേട്ടങ്ങൾക്ക്, ഇവരുടെ ചില സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ദുട്ട് അകത്തോട്ട് ഇടാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിൽ റെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത്. അത് കേന്ദ്രം അങ്ങ് അടച്ചു പൂട്ടി വെച്ച്. കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഇപ്പം ശബരിപാത നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു സംഗതിയാണ്. ഈ റെയിൽവേയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യത്തിലും സംസ്ഥാന സർക്കാർ നിൽക്കൂല. 248 കോടി രൂപ കേന്ദ്ര സർക്കാർ ശബരിപാതയ്ക്ക് കൊടുത്തിട്ട് കൂടി ഇപ്പോൾ ഭൂമിയെടുപ്പ് നടത്തിയിട്ടില്ല. 2100 കോടി രൂപയാണ് റെയിൽവേ മൊത്തത്തിലുള്ള പാതയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നേതുവരെ സംസ്ഥാന സർക്കാർ അതിനെ ഇടപെട്ടിട്ടില്ല. കാരണം എന്താ? ഇത് ഇവിടെ നടക്കുന്ന പണിയല്ല. ദുട്ട് കൈവശമാക്കാൻ വേണ്ടിയിട്ട് യാതൊരു പണിയും നടക്കത്തില്ല. മറ്റേത് കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കാര്യമാകുമ്പോൾ അവരുടെ ഉദ്യോഗസ്ഥർ അവരുടെ കാര്യങ്ങളെ വന്ന് നടത്തും. ഇവിടെ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കണം എന്നുള്ളൊരു കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഇവർ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലും ഇടപെടാത്തത്. മാത്രം റെയിലാകുമ്പോൾ സ്വന്തം സംസ്ഥാന സർക്കാരിൻ്റെ അല്ലേ, അപ്പോൾ അതിനകത്ത് കൈയിട്ട് വരാൻ പറ്റും. അപ്പോൾ പക്ഷേ ഇതെന്തായാലും കേന്ദ്രം ഇട്ട് പൂട്ടി.
കൂട്ടിയത് മാത്രമല്ല ഒരു അറിയിപ്പും കൂടാണ് കൊടുത്തേക്കുന്നത്, റെയിൽവേക്കകത്ത് തൊട്ട് കളിക്കണ്ട. ഇനിയിപ്പോൾ ഈ ശ്രീധരൻ്റെ ഒരു പ്രോജക്റ്റ് വരുന്നുണ്ട്, അതെന്തായാലും ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പല പ്രോജക്റ്റുകളും നമ്മൾ കണ്ടതാണ്. മെട്രോമാൻ എന്ന പേര് തന്നെ വന്നത് നമുക്ക് കൊച്ചി മെട്രോയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അത് വലിയ രീതിയിലാണ്. ആദ്യമൊക്കെ കുറച്ച് വിമർശനങ്ങൾ ഇവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു, CPM-ൻ്റെ ഭാഗത്തു നിന്ന് തന്നെ മെട്രോ വന്നപ്പോഴൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ഉൾക്കൊള്ളിക്കുന്ന ചില പ്രോജക്റ്റുകൾ അദ്ദേഹം മൊത്തത്തിൽ ശാസ്ത്രീയമായിട്ട് പഠിച്ച് അത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പല എൻജിനീയറിങ് വർക്കുകളും അദ്ദേഹം ചെയ്തിട്ടുള്ള പല പ്രോജക്റ്റുകളും അത്രയ്ക്ക് നല്ല ഹിറ്റായിട്ടുള്ള, അത്രയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തിന് ഒരു പ്രാധാന്യം അർഹിക്കുന്ന കാര്യത്തിലായത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു പക്ഷേ കേന്ദ്ര സർക്കാർ ഇത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും അല്ലേ? അല്ല, ഈ സാമ്പത്തിക നേട്ടമില്ലാത്ത റെയിൽ പദ്ധതികളൊന്നും തന്നെ കേരളം അങ്ങോട്ട് ഏറ്റെടുക്കത്തില്ല. സാമ്പത്തിക നേട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് പാർട്ടിക്ക് നേട്ടം. ഇപ്പം ഈ ശ്രീധരൻ തന്നെ മുമ്പോട്ട് വെച്ച ഒരു നിർദ്ദേശമുണ്ട്, ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്കൊരു ആകാശപാത. അവിടെ വലിയ സ്ഥലമെടുപ്പോ വലിയ സാമ്പത്തിക നേട്ടങ്ങളോ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷ വേണ്ട. അതിന് പിണറായി വിജയൻ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതല്ല. ഏത് തരത്തിൽ? ഈ ട്രെയിൻ ഓടുന്നതിലൂടെ സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞാണ്. പക്ഷേ അത് തീർത്ഥാടകർക്ക് അത് വലിയ സൗകര്യവും കേരളത്തിന് വേറൊരു വികസന കുതിപ്പുമായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ശബരിമലയ്ക്ക് വേറൊരു വലിയ മൈലേജും ഉണ്ടാകുകയാണ്. കാരണം പമ്പ വരെ അതവിടെ എത്തുകയാണ് ട്രെയിൻ. അവിടെയാണ് കറക്റ്റ് ശബരി റെയിൽപാത എന്നുള്ളത് ശരിയാകുന്നത്. ഇപ്പോൾ അല്ലാതെ പറഞ്ഞിരിക്കുന്ന ശബരി റെയിൽപാത എന്ന് പറയുന്നത് അങ്കമാലിയിൽ തുടങ്ങി എരുമേലിയിൽ അവസാനിക്കുക, പിന്നെയും പോകണം 50 കിലോമീറ്റർ ശബരിമലയിലേക്ക്. ഇത് പമ്പ വരെ എത്തുകയാണ്, ചെങ്ങന്നൂരിൽ നിന്ന് ആകാശപാത വഴി എത്തുകയാണ്. ഇത് ശ്രീധരൻ മുമ്പോട്ട് വെച്ചൊരു വലിയ നിർദ്ദേശമാണത്. അതെനിക്ക് തോന്നുന്നു കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. അതിനു മുമ്പ് ഈ ശബരി റെയിൽ പദ്ധതി അങ്ങോട്ട് ഫോഴ്സ് ചെലുത്തി എന്നുള്ളതാണ്. അത് നല്ലത് തന്നെ. അതിനെ ഒന്നും ആരും എതിർപ്പെന്ന് പറയാൻ അവിടെ ഉള്ളവർക്ക് ചില ലോബികളായിരുന്നു അതിനകത്ത് എതിർപ്പ് കാണിച്ചിരുന്നത്. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അവരൊരു തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കൊരു പാത പറഞ്ഞിരുന്നു, എക്സ്പ്രസ് ഹൈവേ. അന്ന് ഇവിടെ ഈ CPM അടങ്ങുന്ന പ്രതിപക്ഷ കക്ഷികൾ എന്തായിരുന്നു ബഹളം നടത്തിയത്? മുനീറായിരുന്നു അന്ന് പൊതുമരാമത്ത് വകുപ്പ്. വലിയ ബഹളമായിരുന്നു എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞുകൊണ്ട്. അത് 4 മണിക്കൂറുണ്ടോ 5 മണിക്കൂറുണ്ടോ അങ്ങ് കാസർഗോഡ് വരെ എത്തുക എന്നുള്ളതാണ്. അതിനെ അവർ തകർത്ത് കളഞ്ഞു. അവർ തകർത്ത് കഴിഞ്ഞാൽ അവർ ഏതിനെ തകർക്കുന്നോ അതൊക്കെ പിന്നീട് അവർ അധികാരത്തിൽ വരുമ്പോൾ അവരത് നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമം നടത്തുകയും ചെയ്യും. പക്ഷേ ഇതിന് കേരളയിലിന് മാത്രം നടപ്പിലാക്കാനായിട്ട് സാധിച്ചില്ല. അതിന് കേരളമെമ്പാടും അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായി എന്നുള്ളതാണ്. ആക്ഷൻ കൗൺസിലും ഒക്കെ ഉണ്ടായി, അത് തകർത്ത് കളയുകയാണ് ചെയ്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ശ്രീധരൻ്റെ ഈ നിർദ്ദേശം തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കുള്ള ഈ പാത അല്ല, ഈ കേരളയിൽ അംഗീകാരത്തിൽ വന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ അനുമതിയൊന്നും നൽകാതെ തന്നെ ഇവർ കുറ്റിയെടുപ്പും ബഹളവും ഭൂമിയെടുപ്പും ഇതിന് തന്നെ എത്ര രൂപ ചെലവഴിച്ചു? ഇതിന് തന്നെ കോടികളോളം ചെലവഴിച്ചു. ഇപ്പൊ നിലവിൽ തന്നെ ആ കോടികൾ വെള്ളത്തിലായി. ഇനിയിപ്പോ അത് നടക്കില്ല. കാരണം ഈ ഭൂപ്രദേശങ്ങളൊക്കെ എടുത്തത് ഏത് വഴി? ചതുപ്പ് നിലങ്ങളൊക്കെ ഉണ്ട്, പ്രത്യേക ഓഫീസ് വരെ തുറന്നല്ലോ. അതെ, തുറന്ന്. എനിക്കറിയാം, ഈ ആക്കുളം എന്നൊക്കെ പറയുന്ന ആ ലുലുവിന്റെ ഒക്കെ ബാക്ക് സൈഡ് ഫുള്ള് ചതുപ്പ് പ്രദേശങ്ങളാണ്. ഇതിനകത്തൂടെയൊക്കെയാണ് അവിടെ ഇതുണ്ട്, ഓൾറെഡി ഒരു റെയിൽ ഇതുണ്ട്. ഇനി അതിനിടയ്ക്കൂടൊക്കെ കൊണ്ടുവന്നാണ്, വയലിൻ്റെ ഒക്കെ ഇടയ്ക്കൂടെ കൊണ്ടുവന്നാണ് അടുത്ത റെയിൽ പോയി. അപ്പോൾ ഒരു പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളോ പദ്ധതികളോ അവർക്ക് തോന്നുന്നത് അവരങ്ങ് നടപ്പിലാക്കുന്നു, അവരങ്ങ് ഇത് ചെയ്യുന്നു. എന്തായാലും അതിനൊരു ആണിക്കല്ലിപ്പ് ഇട്ടിരിക്കുന്നത് ഈ ശ്രീധരൻ്റെ പദ്ധതി വരും. അത് പക്ഷേ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ 3.5 മണിക്കൂർ അല്ലേ സാർ? 3.5 മണിക്കൂർ 3.25 മണിക്കൂറും ഉണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ നമുക്കറിയാം, ഇവിടുന്ന് കണ്ണൂർ വരെയുള്ള യാത്ര ഭയങ്കര ദിവസം. അത് സ്ലീപ്പറിനകത്തൊക്കെ ആണെങ്കിൽ ഒരു 8 മണിക്കൂർ കുറഞ്ഞത് ഇരുന്നാലേ നമ്മൾ അങ്ങ് എത്തത്തുള്ളൂ. വന്ദേ ഭാരത് ആണെങ്കിൽ പിന്നെ ഒരു 6-7 മണിക്കൂറിനകത്ത് എത്തും. പക്ഷേ അത് വലിയൊരു നല്ലതായിരിക്കും ആ ഒരു പാത വന്നു കഴിഞ്ഞാൽ. കാരണം 3.5 മണിക്കൂർ കൊണ്ട് അങ്ങ് എത്തുക എന്ന് പറയുന്നത്, അതുമല്ല 30 കിലോമീറ്റർ കൂടുമ്പോഴാണ് ഈ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ 30 കിലോമീറ്റർ ആകുമ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ മാത്രമേ നിർത്തത്തുള്ളൂ. 8 ബോഗി എന്നുള്ളത് കുറച്ചുകൂടി ഇരട്ടിപ്പിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ചധികം ആൾക്കാർക്ക് അതിവേഗത്തിൽ തന്നെ യാത്ര ചെയ്ത് നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അങ്ങ് എത്താൻ പറ്റുമെന്നുള്ളതാണ്. എന്തായാലും
പിണറായിക്കിട്ട് വല്ലാത്തൊരു ആണി തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അടിച്ചിരിക്കുന്നത്.